നിശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ പാടുവാനെനിക്കില്ലേ നിശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാരിഴൻ ജീവിതം തീരും വരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം, പാടിടും ഞാൻ നിനക്കായി മാത്രം. പാടുവാനെനിക്കില്ലേ നിശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. ഒരു കണ്ണിനും ദയ തോന്നാതെ ഞാൻ നിരാശയിനടിത്തട്ടിലന്ന്. ഒരു കണ്ണിനും ദയ തോന്നാതെ ഞാൻ നിരാശയിനടിത്തട്ടിലന്ന്. കിടന്നുഴലും നേരത്തു അന്നെന്നെ കരകയറ്റിയ നായക എന്നേശുവേ, കരകയറ്റിയ നായക. പാടുവാനെനിക്കില്ലേ നിശബ്ദം പാവനനേ നിൻ സ്തുതികളെല്ലാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിസ്നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചനം. ഫിയർ ഈസ് എ സ്നെയർ. ഭയം ഒരു കെണിയാകുന്നു. സദൃശവാക്യങ്ങൾ 29 അധ്യായം 25 തിരുവചനം. ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 29 വേഴ്സ് 25. The fear of man brings a snare, but who puts his trust in the Lord shall be safe. മനുഷ്യഭയം ഒരു കെണിയാകുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചന ഭാഗങ്ങൾ ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഫിയർ ഈസ് എ സ്നെയർ. ഭയം ഒരു കെണി. ദൈവം ശലോമോന് കൊടുത്ത ജ്ഞാനവൈഭവങ്ങൾ കാണുന്ന സദൃശവാക്യങ്ങൾ മനുഷ്യരുടെ പ്രായോഗിക ജീവിതത്തിന് അത്യുത്തമമാണ്. ഇന്ന് പല രോഗങ്ങൾക്കും അടിസ്ഥാന കാരണം ഭയമാണ്, അല്ലേ? ഭയമാണ്. പലതരത്തിലുള്ള ഭയങ്ങൾ മനുഷ്യരെ കാർന്നു തിന്നും. ചിലർ അകാരണമായി ഭയപ്പെടുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വെറുതെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ആ കൂട്ടത്തിലാണോ സഹോദര സഹോദരി നിങ്ങൾ? ചെറിയ ചില വേദന വന്നാൽ പോലും തനിക്ക് വലിയ രോഗമാണെന്ന് കരുതി ഭയപ്പെട്ട് രോഗത്തിനടിമയായി തീരുന്നവരും ഉണ്ട്. നമുക്കൊന്ന് ഇയ്യോബ് അപ്പച്ചൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 3 അധ്യായം 25 തിരുവചനം. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. സ്തോത്രം. മാനുഷികമായ ബലഹീനതയിൽ ചിലപ്പോൾ ഇയ്യോബ് അപ്പച്ചൻ്റെ മനസ്സിലേക്ക് കയറി വന്ന ചിന്ത ചിലരുടെ ജീവിതത്തിൽ കയറി വരാം. അങ്ങനെ വന്നാലും എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കണം. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം ഭയത്തെ നീക്കിക്കളയും, തീർച്ചയായിട്ടും നീക്കിക്കളയും. വേദപുസ്തകത്തിൽ ധീരരായിരുന്ന പലരെയും ഭയം അടിമകളാക്കിയതായി നാം വായിക്കുന്നുണ്ട്. ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു വന്ന രാജാവും രാജാവിൻ്റെ സൈന്യവും ഏലിയാവിനെ വെല്ലുവിളിച്ചപ്പോൾ ഒറ്റയ്ക്ക് സധൈര്യം നിന്ന് യഹോവയിൽ ആശ്രയിച്ച് യാഗപീഠം പണിത് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ബാലിന്റെ ശക്തികളെ മുട്ടുമടക്കിപ്പിച്ച ശക്തനായ പ്രവാചകൻ രാജ്ഞിയായ ഇസബെലിന്റെ ഭീഷണി വാക്കുകൾ കേട്ട് ജീവനെ കൊതിച്ചു ഭയപ്പെട്ടോടി ചൂരത്തണലിൽ കീഴെ ഒളിച്ചു. കർത്താവായ ദൈവം ഏലിയാവിനെ
പുറത്തു കൊണ്ടുവന്നു. എത്ര വലിയ ശക്തനാണെങ്കിലും ഭയം അവനെ കീഴ്പ്പെടുത്താം. പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ഭയത്തിന് അടിമപ്പെട്ട പത്രോസിനെ നമുക്ക് കാണാം. മറ്റു ശിഷ്യന്മാരെക്കാൾ കൂടുതലായി ദൈവിക തിരിച്ചറിവ് പ്രാപിച്ച വിശുദ്ധനായിരുന്നു പത്രോസ്. യേശു ഫിലിപ്പിന്റെ കൈസരിയയുടെ പ്രദേശത്തെത്തിയപ്പോൾ തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ധീരതയോടെ യേശുവിനെ ഇങ്ങനെയാണ് മറുപടി കൊടുത്തത്. മത്തായിയുടെ സുവിശേഷം 16:16, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഉടനെ യേശു പത്രോസിനോട് പറഞ്ഞു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന്. സ്വർഗത്തിന്റെ വെളിപ്പാട് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഉന്നതനായിരുന്നു പത്രോസ്. സ്തോത്രം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് വെളിപ്പെടുത്തി തന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് കർത്താവ് പറഞ്ഞത്. ചിലർ അതിനെ വളച്ചൊടിച്ച് മറിച്ച് തിരിച്ചിട്ട് പത്രോസ് പാറയായി, യേശു ഔട്ടുമായി. പത്രോസാകുന്ന പാറമേലല്ല സഭ പണിയപ്പെട്ടിരിക്കുന്നത്, ക്രിസ്തുവാകുന്ന പാറമേലാണ്. പത്രോസാകുന്ന പാറമേലാണ് സഭ പണിയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് സഭ ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ച ശേഷം യേശു നിത്യജീവന്റെ ആഹാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ പലരും യേശുവിനെ വിട്ടുപോയി. അപ്പോൾ യേശു ശിഷ്യരോട് പറഞ്ഞു, യോഹന്നാൻ 6:67-68, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശിമയോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോവും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നിത്യജീവന്റെ വചനങ്ങൾ യേശുവിന്റെ പക്കലാണെങ്കിൽ യേശു തന്നെയാണ് വചനം, യേശു തന്നെയാണ് ബൈബിൾ, യേശു തന്നെയാണ് സുവിശേഷം. യേശുവിനെയും ബൈബിളിനെയും രണ്ടാക്കി കാണല്ലേ മക്കളെ. അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ പക്കാ പിശാചാണ്. നിത്യജീവന്റെ വചനം നിന്റെ പക്കലാണല്ലോ. പത്രോസിനുണ്ടായ ജ്ഞാനം പോലെ ഇപ്പോഴത്തെ ആധുനിക പത്രോച്ചന്മാർക്കില്ല. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നും നിത്യജീവന്റെ മൊഴി യേശുവിൽ ഉണ്ടെന്നും മറ്റാരേക്കാളും മുൻപ് തിരിച്ചറിഞ്ഞവനാണ് പത്രോസ്. ആ പത്രോസിനെയും ഭയം കാർന്നു പിടിച്ചു. പ്രധാനമായി 2 തരത്തിലുള്ള ഭയം പത്രോസിനുണ്ടായി. ഏതൊക്കെയാണത്? നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, പ്രാണഭയം. യേശു പിടിക്കപ്പെട്ടപ്പോൾ നീയും യേശുവിന് കൂടെ ഉള്ളവൻ അല്ലേ എന്ന ചോദ്യം 3 പേർ പത്രോസിനോട് ആവർത്തിച്ചപ്പോൾ ഞാൻ യേശുവിനെ അറിയുന്നില്ല എന്ന് പത്രോസ് തള്ളിപ്പറഞ്ഞത് പ്രാണഭയത്തിലായിരുന്നു. മാനുഷിക ഭയവും പത്രോസിനുണ്ടായി. യഹൂദന്മാരെ പോലും പത്രോസ് ഭയപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഭയങ്ങൾ കടന്നു വരാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ യഹൂദന്മാരായിരിക്കില്ല, സ്വന്തം കുടുംബക്കാർ തന്നെ ആയിരിക്കാം. ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പെന്തക്കോസ് അനുഭവത്തിൽ വന്ന സത്യത്തിൽ ആത്മാവിലും കർത്താവിനെ ആരാധിക്കുമ്പോൾ, ഒരു വേറിട്ട ആരാധന നീ സംബന്ധിക്കുമ്പോൾ നിന്റെ കുടുംബക്കാർക്ക് നിന്നെ സഹിക്കാൻ പറ്റില്ല. അവര് 3ാമത്തെ സുനാമി പോലെ നിന്റെ പുറത്ത് കയറി വരും, ആഞ്ഞടിക്കും, വെള്ളപ്പൊക്കം ഉണ്ടാക്കും, നിന്നെ ഒറ്റപ്പെടുത്തും, കഴിയുന്നതും നിന്നെ കൊല്ലാൻ കൂടെ വരും. മാത്രമല്ല, നീ ആയിരിക്കുന്ന പ്രസ്ഥാനത്ത് നിന്ന് അവർ നിന്നെ തള്ളി പുറത്താക്കും. ഇതൊക്കെ ആധുനിക തലത്തിലുള്ള ഒരു പ്രാണഭയമാണ്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഭയങ്ങൾ കടന്നു വരാം. ദൈവിക വചനം പങ്കുവയ്ക്കുവാൻ പോലും ഭയപ്പെട്ടെന്ന് വരാം. ദൈവിക വചനം പങ്കുവയ്ക്കാൻ പോലും ഭയപ്പെടുന്നവരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളായിട്ട് എന്തിനു മറ്റുള്ളവരുടെ വെറുപ്പ് ഏൽക്കുന്നു? അവർക്ക് ഇഷ്ടമുണ്ട് പ്രാർത്ഥിക്കാൻ പോട്ടെ, വചനം ശ്രവിക്കാൻ പോട്ടെ, അവർക്ക് ഇഷ്ടമുണ്ട് രക്ഷിക്കപ്പെടട്ടെ. സ്തോത്രം. എൻ്റെ പൊന്നുമക്കളെ, പൊന്നു സഹോദര സഹോദരി, നീ അങ്ങനെ പറയരുത്. നീ അറിഞ്ഞ നിത്യജീവന്റെ വചനം നിന്റെ കുടുംബക്കാരുമായി പങ്കുവയ്ക്കാനുള്ള തൻ്റെ ഇടമുണ്ടായിരിക്കണം, നട്ടെല്ലുണ്ടായിരിക്കണം. സ്തോത്രം. ആരെന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കർത്താവിനെ കുറിച്ച് പറയാനുള്ള ഭയം നിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കരുത്. അതിനെ ശാസിച്ച് പുറത്താക്കണം. സ്തോത്രം. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തെ പ്രതി അവർ നിന്നെ അവഗണിക്കുമില്ല, വചനങ്ങൾ പറയും, തള്ളിപ്പറയും. ആ പ്രവചനം നിവൃത്തിയാകും. 2ാമത്തെ ഒരു പ്രത്യേകത, ഉപജീവന മാർഗഭയം. 1 പ്രാണഭയമായിരുന്നു, 2 ഉപജീവന മാർഗഭയം. ആർക്ക്? പത്രോസിന്. പ്രാണഭയത്തിന് പുറമേ പത്രോസിനെ അലട്ടിയത് ഉപജീവന മാർഗ ഭയമായിരുന്നു. യേശു പത്രോസിനെ വിളിച്ചത് മനുഷ്യരെ പിടിക്കുന്നവനാക്കുവാനാണ്. യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിന് ജീവിതത്തെക്കുറിച്ചുള്ള ഭാരമുണ്ടായി. ഉപജീവനമാർഗ ചിന്തകളാൽ ആ ഹൃദയം ഉലഞ്ഞു.
അതിനാൽ താൻ ഉപേക്ഷിച്ച വള്ളവും വലയും അന്വേഷിച്ച് അവ കണ്ടെത്തി അതിൽ മീൻ പിടിക്കാൻ പോയി. എന്നാൽ യേശുവിനെ വെടിഞ്ഞ് മീൻ പിടിക്കാൻ പോയ പത്രോസിന് യാതൊന്നും പിടിക്കുവാൻ കഴിഞ്ഞില്ല. ജീവിതത്തിലെ ഉന്നതമായ ശ്രേഷ്ഠമായ വിളിയും പദവിയുമാണ് നിന്നെ ഞാൻ മത്സ്യം പിടിക്കുന്നവനാക്കുന്നല്ല, മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന്. ഫിഷസ് ഓഫ് മാൻ. യേശുവിൻ്റെ വാക്കുകേട്ട് വല ഇറക്കിയപ്പോഴോ വലയിൽ വന്ന് കയറിയത് ഒരുപാട് മത്സ്യങ്ങൾ. ശരിക്കും തീരുമാനിക്കുക ആരെ അനുസരിക്കണമെന്ന്. മനുഷ്യനെ അനുസരിക്കുന്നതോ ദൈവത്തെ അനുസരിക്കുന്നതോ? ദൈവത്തെ അനുസരിക്കുന്ന എല്ലാ അനുഗ്രഹം. ഉപജീവന ചിന്തകളാൽ ഭാരപ്പെടേണ്ട എന്ന് യേശു പറയുന്നു. ലൂക്കോസ് 21:34. നിങ്ങളുടെ ഹൃദയം അതിഭാഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വിശുദ്ധ പൗലോസിനെ പോലെ തൻ്റെ ഇടത്തോടെ പറയണം, ഞാൻ ജീവിച്ചാലും ഞാൻ മരിച്ചാലും എൻ്റെ കർത്താവിനുള്ളത്. ഇന്ന് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ, ഈ സജീവനായ ദൈവത്തിൻ്റെ പുത്രനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ഭാര്യ ഭർത്താവിനെ പുറത്താക്കുന്നു, ഭർത്താവ് ഭാര്യയെ പുറത്താക്കുന്നു, മക്കളും കുടുംബക്കാരും കൂടി മാതാപിതാക്കളെ പുറത്താക്കുന്നു. എന്തൊരു സർക്കസാണ്! സ്തോത്രം. എൻ്റെ പൊന്നുമക്കളെ, ഈ കുടുംബക്കാർക്കൊന്നും നിനക്ക് നിത്യജീവൻ തരാൻ പറ്റില്ലേ? ഈ കുടുംബക്കാരാരും നിനക്ക് വേണ്ടി മരിച്ചിട്ടുമില്ലേ? നിനക്ക് വേണ്ടി മരിച്ച കർത്താവാണ് ഇന്ന് വചനത്തിലൂടെ പ്രഭാതത്തിൽ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ശലോമോൻ പറഞ്ഞതുപോലെ ഭയം ഒരു കെണിയാകുന്നു, മനുഷ്യഭയം ഒരു കെണിയാകുന്നു. ഇന്ന് കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഒരു തിരുവചനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മനുഷ്യഭയമാകുന്ന കെണി. സ്തോത്രം. ചിലർ പറയാറുണ്ട്, അച്ഛാ പറയുന്നത് സത്യമാണെന്നറിയാം, പക്ഷെ ഇതനുസരിച്ച കുടുംബത്തിൽ നിന്ന് പുറത്താക്കും, നാട്ടിൽ നിന്ന് പുറത്താക്കും, നാട്ടിൽ നിൽക്കാൻ സമ്മതിക്കത്തില്ല. എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, കന്യാസ്ത്രീയുണ്ട്, ബിഷപ്പുണ്ട്, ഇവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യം, അവരൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ, അവരുടെ കസേരയിൽ. സ്തോത്രം. നീ അവരെ പൊക്കിക്കൊണ്ട് നടക്കണ്ട. ഈ പറയപ്പെട്ട ഒരൊറ്റ മനുഷ്യരും നിനക്ക് വേണ്ടി മരിച്ചിട്ടില്ല. നിനക്ക് വേണ്ടി മരിച്ച കർത്താവാണ്. നിത്യജീവൻ്റെ ഉറവിടമാണ്. നിത്യജീവൻ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനുഭവിക്കേണ്ടതാണ്, പങ്കെടുക്കേണ്ടതാണ്, സ്വീകരിക്കേണ്ടതാണ്. യേശുവിനെ പറ്റി അറിയുന്നതല്ല നിത്യജീവൻ. ഏകസത്യതയുമായ അങ്ങേയച്ച പുത്രനെയും അറിയുക എന്നുള്ളതാണ്. യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ആ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് നിനക്ക് ലഭിച്ചത് നിത്യജീവനാണ്. ഏത് വേണം? താൽക്കാലിക ജീവൻ വേണോ, നിത്യജീവൻ വേണോ? യു ചൂസ് വിച്ച് ഈസ് വിച്ച്. അതുകൊണ്ട് ഭയത്തിൽ നിന്ന് രക്ഷ നേടേണ്ടതിന് ഒരേ ഒരു മാർഗം മാത്രം, ദൈവത്തിൽ ആശ്രയിക്കുക. അങ്ങനെയുള്ളവരെ നോക്കി യേശു ഇന്നും പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. പ്രാർത്ഥിക്കാം. നിത്യന് പരിചരമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു പുതിയ മാസം കൂടെ കാണുവാൻ അവൾ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ഈ 2025 വർഷത്തിൻ്റെ അവസാന മാസത്തിലേക്ക് അവിടെ ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. കർത്താവേ, ഈ മാസം അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസമായി തന്നതിനായി സ്തോത്രം. കർത്താവേ, നിത്യജീവൻ്റെ വചനം ഞങ്ങൾക്ക് അവിടുന്ന് വിളമ്പി തന്നതിനായി സ്തോത്രം. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ രക്ഷ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിൻ്റെ ശക്തി ഓരോ മക്കളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അടിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കൾ യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ മക്കളെ സഹായിക്കണം. അവരുടെ യൗവനത്തിൽ തന്നെ അങ്ങ് ഏറ്റുപറയുന്ന ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ആ ദൈവം കർത്താവ് യേശു ക്രിസ്തുവാണെന്ന് അവരുടെ ജീവിത മണ്ഡലത്തിൽ ഏറ്റുപറയാനുള്ള സ്വർഗീയ ധൈര്യം മക്കളുടെ മേൽ പകരണമേ അപ്പ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. അവരുടെ വാർദ്ധക്യത്തിൽ അവർ തളർന്നു പോകാതെ പുതുശക്തി പ്രാപിച്ച് അവരുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം തേക്കുവാൻ അവരെ സഹായിക്കണം. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വെച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് തന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ, ഓഫീസുകളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ, ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വർഗത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിൽക്കുന്ന സുവിശേഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, അവിടുന്ന് കൊടുക്കുന്ന സ്വർഗീയ സന്ദേശം ധൈര്യത്തോടെ പ്രഘോഷിക്കുവാനുള്ള ഇരട്ടിപ്പങ്കഭിഷേകം നിന്റെ മക്കളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഭൗതിക നന്മകളാൽ അവരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിക്കണം. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറട്ടെ. ഞങ്ങൾ താമസിക്കുന്ന കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, തമിഴ്നാടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കർണാടകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ബീഹാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിവിധ തലത്തിലുള്ള ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്കൂളും കോളേജും അത് റൺ ചെയ്യുന്ന ദൈവമക്കളുണ്ടല്ലോ കർത്താവേ, സ്കൂളും കോളേജും റൺ ചെയ്യുവാനുള്ള എല്ലാ ഭൗതിക നന്മകളാലും സ്വർഗീയ ജ്ഞാനത്താലും അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയാചനം കേട്ടിരിക്കുക. നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പാപത്താൽ മുറിവേറ്റു വഴിയരികിൽ ആരും അറിയാതെ കിടന്നപ്പോൾ പാപത്താൽ മുറിവേറ്റു വഴിയരികിൽ ആരും അറിയാതെ കിടന്നപ്പോൾ താങ്ങിയെടുത്തെന്നെ താലോലിച്ചു ആലംബമേകിയോനേ എന്നേശുവേ ആശ്വാസദായകനേ. പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാരിലൻ ജീവിതം തീരും വരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം. പാടിടും ഞാൻ നിനക്കായി മാത്രം. പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ.